ഈ വികസന പദ്ധതികൾ യാഥാർത്ഥ്യമാകണം, അക്കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. പക്ഷേ അതിനകത്ത് എന്താണ് ഈ ഏറ്റക്കുറച്ചിൽ വരുന്നത്? കാരണം 2 ക്ഷേത്രഗോപുരങ്ങൾ ഇതിനകം തന്നെ വികസന പദ്ധതികളുടെ ഭാഗമായി പൊളിച്ചു നീക്കി. പക്ഷേ അവിടുത്തെ മുസ്ലിം പള്ളിയെ തൊട്ടിട്ടുമില്ല. എന്താണ് പ്രശ്നം? ആർക്കാണ് മുസ്ലിം പള്ളിയെ തൊടാൻ ഇത്ര ഭയം? ഗൗതം, തിരുവനന്തപുരം നഗരത്തിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഹൃദയഭാഗം തന്നെയാണ് വട്ടിയൂർക്കാവ് ജംഗ്ഷൻ. വർഷങ്ങളായി അവിടുത്തെ നാട്ടുകാർ ഉന്നയിക്കുന്ന പ്രശ്നമാണ് രൂക്ഷമായിട്ടുള്ള ഗതാഗതക്കുരുക്ക്. അതിന് പരിഹാരം വേണമെന്നുള്ള ആവശ്യം. വികസനം എന്നുള്ളത് ഒരു നാടിന്റെ മാറ്റത്തിനും അവരുടെ തൊഴിൽ സാധ്യതകളൊക്കെ വർദ്ധിപ്പിക്കുന്നതിലൊക്കെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. പക്ഷേ ആ ഒരു വികസന പദ്ധതിയിൽ അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള അലൈൻമെന്റിലാണ് സർക്കാരിന്റെ ചില പ്രത്യേക ലക്ഷ്യങ്ങൾ, ഗൂഢലക്ഷ്യങ്ങൾ, മതപ്രീണനം അടക്കമുള്ള കാര്യങ്ങൾക്ക് താല്പര്യം നൽകിക്കൊണ്ട് ഇത്തരത്തിലുള്ള മാറ്റങ്ങൾ വരുത്തുന്നതെന്നുള്ളതാണ്. നിലവിൽ കഴിഞ്ഞ ഇടതുപക്ഷ സർക്കാരിന്റെ സമയത്താണ് ഈ ജംഗ്ഷൻ വികസന പദ്ധതി, വട്ടിയൂർക്കാവ് ജംഗ്ഷൻ വികസന പദ്ധതിക്ക് തറക്കല്ലിടുന്നത്. 2 വട്ടമാണ് തറക്കല്ലിട്ടത്. അതിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾക്കായുള്ള ആദ്യഘട്ട പ്രവർത്തനങ്ങൾ പൂർത്തിയായി. അതായത് അനുബന്ധ സ്ഥലമേറ്റെടുക്കൽ കഴിഞ്ഞു. 2 ക്ഷേത്രങ്ങളുടെ, പ്രധാനമായും വട്ടിയൂർക്കാവ് ശ്രീധർമ്മശാസ്താ ക്ഷേത്രത്തിന്റെയും കാഞ്ഞിരമ്പാറ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിന്റെയും കവാടം പൊളിക്കണമെന്നുള്ള, ഗോപുരങ്ങൾ ഉൾപ്പെടെ പൊളിക്കണമെന്നുള്ള ഒരു നിർദ്ദേശം നൽകി. അതടക്കം ക്ഷേത്ര ഭാരവാഹികൾ അത് പൊളിച്ചു നീക്കുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ അതിനൊപ്പം തന്നെ പൊളിച്ചു നീക്കേണ്ടതാണ് ഈ പള്ളിയുടെ, വട്ടിയൂർക്കാവ് ജംഗ്ഷനിലുള്ള തന്നെ മുസ്ലിം പള്ളിയുടെ പ്രധാന കവാടം. പക്ഷേ ആ കവാടത്തെ നിലനിർത്തിക്കൊണ്ടാണ് മുസ്ലിം പ്രീണനത്തിന്റെ ഭാഗമായി UDF സർക്കാരും MLAയും മന്ത്രിയുമായ K മുരളീധരൻ അലൈൻമെന്റിൽ മാറ്റം വരുത്തുവാനുള്ള ഒരു നീക്കം നടക്കുന്നു എന്നുള്ള ആക്ഷേപമാണ് ശക്തമാകുന്നത്. അത് അംഗീകരിക്കാൻ കഴിയില്ല എന്നുകൂടിയാണ് പറയുന്നത്. നിലവിൽ ഈ ഇലക്ഷൻ സമയത്ത്, കഴിഞ്ഞ നിയമസഭാ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട സമയത്ത് മുരളീധരൻ അവിടെ ജയിക്കുന്നതുമായി ബന്ധപ്പെട്ട് മുസ്ലിം വോട്ടുള്ള അല്ലെങ്കിൽ മുസ്ലിം മതവിശ്വാസികളോട് അവരോട് ഇതുമായി ബന്ധപ്പെട്ടൊരു വാഗ്ദാനം നൽകി എന്നുള്ളൊരു ആക്ഷേപം കൂടി വരുന്നുണ്ട്. മാത്രമല്ല താൻ ജയിച്ചു വരികയാണെങ്കിൽ ഇത്തരത്തിൽ ആ പള്ളി പൊളിക്കാതെ തന്നെ ഒരു വികസനം സാധ്യമാക്കാമെന്ന് ആ നാട്ടിലെ ജനങ്ങൾക്ക് ഉറപ്പ് നൽകിയതായിട്ടും ഒരു വിവരം പുറത്തു വരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ പള്ളിയുടെ കവാടം തൊടാതെ ക്ഷേത്രങ്ങളുടെ ഗോപുരങ്ങൾ പൊളിച്ചുകൊണ്ട് ഇപ്പോൾ പൊളിച്ചു നീക്കി കഴിഞ്ഞു. അതിനുശേഷമാണ് ഈ അലൈൻമെന്റിൽ മാറ്റം വരുത്തുവാനുള്ളൊരു നീക്കം നടത്തുന്നത് എന്നുള്ളതാണ്. അതുമായി ബന്ധപ്പെട്ടുള്ള നടപടികൾ ആരംഭിച്ചു എന്നുള്ള വിവരങ്ങൾ കൂടി പുറത്തു വരുന്നുണ്ട്. ഇതിനെതിരെ വ്യാപകമായിട്ടുള്ള പ്രതിഷേധം ഉയരുമെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ആദ്യം നൽകിയ അലൈൻമെന്റ് പ്രകാരമാണെങ്കിൽ ഈ പദ്ധതി നടപ്പാക്കണമെങ്കിൽ പള്ളിയുടെ കവാടവും പൊളിച്ചേ മതിയാവുകയുള്ളൂ. പള്ളിക്കകത്ത് കയറി ഇതിന്റെ പരിശോധന, അതായത് എഞ്ചിനീയേഴ്സ് അടക്കമുള്ളവർ സ്ഥലത്തെത്തി അവർ പരിശോധന നടത്തി എത്രയാണ് വേണ്ട സ്ഥലം, അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള നടപടികളും അതിന്റെ അകത്ത് അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള അളവെടുക്കലടക്കം നടന്ന സാഹചര്യമുണ്ട്. കൃത്യമായി ആ പള്ളിക്കകത്ത് അതുമായി ബന്ധപ്പെട്ടുള്ള അടയാളങ്ങൾ ചെയ്തു വച്ചിരിക്കുകയാണെന്നുള്ള വിവരങ്ങൾ കൂടി പുറത്തു വരുന്നുണ്ട്. ആ സാഹചര്യത്തിലാണ് സർക്കാരിന്റെ മാറ്റവും നിയമസഭാ തിരഞ്ഞെടുപ്പൊക്കെ വന്നതിന് ശേഷം ആ പദ്ധതി പൊളിക്കുന്നതിനുള്ള ഗൂഢലക്ഷ്യങ്ങൾ, അതായത് മതപ്രീണനം തന്നെയാണ് ഇതിന് പിന്നിലുള്ളതെന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം. അതിന്റെ ഭാഗമായി തന്നെയാണ് UDF, അതായത് K മുരളീധരനും സർക്കാരും ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പള്ളിയുടെ കവാടം സംരക്ഷിച്ചു നിർത്തിക്കൊണ്ട് ക്ഷേത്രങ്ങളുടെ ഗോപുരം മാത്രം മാറ്റി, അതായത് വീണ, വട്ടിയൂർക്കാവിൽ K മുരളീധരന്റെ വിജയത്തിൽ മുസ്ലിം വോട്ടുകൾ വളരെ നിർണായകമായിരുന്നു. മാത്രമല്ല UDF കേരളത്തിൽ 10 വർഷത്തിന് ശേഷം തിരിച്ച് അധികാരത്തിലെത്തുന്നതിൽ ജമാഅത്തെ ഇസ്ലാമി, SDPI, സമസ്ത തുടങ്ങിയ തീവ്ര ഇസ്ലാമിക സംഘടനകളുടെ എല്ലാം പിന്തുണയുണ്ടായിരുന്നു. അവരുടെ ആവശ്യമായിരുന്നു UDF വരിക എന്നത്. അപ്പോൾ വട്ടിയൂർക്കാവിലെ മുസ്ലിം വോട്ട് കിട്ടിയതിൻ്റെ ഉപകാര സ്മരണ എന്ന നിലയിലാണ് ഈ പള്ളിയുടെ കവാടം പൊളിക്കണ്ട എന്ന നിലപാടിലേക്ക് ഇപ്പോഴത്തെ സർക്കാർ എത്തിയിരിക്കുന്നത്. ക്ഷേത്ര ഭാരവാഹികളാകട്ടെ ഇത് കേട്ടപ്പോൾ തന്നെ അവർ മാന്യത ഉള്ളതുകൊണ്ട് മതിൽ പൊളിക്കുകയും ചെയ്തു ആദ്യഘട്ടത്തിൽ തന്നെ. അതല്ലേ സംഭവിച്ചത്? തീർച്ചയായും ഗൗതം, അത് തന്നെയാണ്. കാരണം ഒരു പദ്ധതി വരുമ്പോൾ അത് നാടിന്റെ വികസനത്തിന് വേണ്ടിയിട്ട് അത്തരത്തിലുള്ള സഹകരിക്കുക എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ആ നിർദ്ദേശം മുന്നോട്ട് വെച്ചപ്പോൾ തന്നെ അത് സഹകരിക്കുന്ന നിലപാടുണ്ടാവുകയും ക്ഷേത്രത്തിന്റെ ചുറ്റുമതിലും ഗോപുരവും മുൻവശത്തെ ഗോപുരം അടക്കം പൊളിച്ചു നീക്കുകയും ചെയ്തു. നിർമ്മാണം എത്രയും വേഗം നടക്കട്ടെ, ജനങ്ങളുടെ സുഗമമായിട്ടുള്ള യാത്ര അത് സഫലമാകട്ടെ എന്നാണ് ക്ഷേത്രവുമായി ബന്ധപ്പെട്ട അധികാരികൾ ചെയ്തത്. അതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ അവർ ചെയ്യുകയും ചെയ്തു. പക്ഷേ അതിന് പിന്നാലെയാണ് തനിക്ക് വോട്ട് ചെയ്ത് തന്നെ അധികാരത്തിലെത്തിച്ചവർക്കുള്ള ഉപകാര സ്മരണയായി മുരളീധരൻ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യുന്നതെന്നുള്ളതാണ്. ആ വിവരങ്ങൾ തന്നെയാണ് പുറത്തു വരുന്നത്. എന്തുകൊണ്ട് പള്ളിയുടെ കവാടം പൊളിക്കുന്നില്ല, ആ ഒരു ചോദ്യം നിലനിൽക്കുന്നുണ്ട്. 2 അലൈൻമെന്റ് പൊളിക്കുമ്പോൾ അത് ഏത് രീതി, അലൈൻമെന്റിൽ മാറ്റം വരുത്തുമ്പോൾ അത് ഏത് രീതിയിലാണ് ഇനി ഈ ഒരു വികസന പദ്ധതി അല്ലെങ്കിൽ ഈ ഒരു റോഡ് വികസനം സാധ്യമാകുക എന്നുള്ളൊരു ചോദ്യം കൂടി നിലനിൽക്കുന്നുണ്ട്. അതെങ്ങനെ സാധ്യമാകും? അതായത് നിശ്ചയിച്ചിട്ടുള്ള ഒരു അളവുണ്ട്, 10.8 മീറ്ററാണ് ആ ഒരു അളവ് പറയുന്നത്. അതെങ്ങനെ സാധ്യമാകും എന്നുള്ളൊരു ചോദ്യം കൂടി നിലനിൽക്കുന്നുണ്ട്. ഒപ്പം തന്നെ പള്ളിയുടെ ഗോപുരം നിലനിൽക്കാതെ ഏത് ഭാഗത്തുനിന്ന് ഭൂമി എടുക്കും? നിലവിൽ ഭൂമി ഏറ്റെടുക്കൽ കഴിഞ്ഞു. ഭൂമി വിട്ടു നൽകിയവർ
ഇവർക്ക് പണം നൽകി കഴിഞ്ഞു. കിഫ്ബിയിൽ നിന്ന് ഇതിനായി കോടിക്കണക്കിന് തുക ഇതിനോടകം തന്നെ ചിലവാക്കി കഴിഞ്ഞു. പിന്നെ ഇതിനായിട്ടുള്ള ഫണ്ട് എവിടെ നിന്ന് വകയിരുത്തും? പള്ളിക്ക് മാത്രം സംരക്ഷണം നൽകുന്നത് എന്തിനാണ്? അതിൽ മുൻകൂട്ടിയെ തന്നെ ഇപ്പോൾ തരുന്ന വിമർശനങ്ങൾ തന്നെ അത് വ്യക്തമായി കഴിഞ്ഞു. മുസ്ലിം പ്രീണനത്തിന്റെയും നന്ദി പ്രകാശനത്തിന്റെയും ഒക്കെ ഭാഗമായി തന്നെയാണ് പള്ളിക്ക് ഇത്തരത്തിൽ പള്ളി അധികാരികൾക്കും മുസ്ലിം വിശ്വാസികൾക്കും ഇത്തരത്തിലുള്ള ഒരു വാഗ്ദാനം നൽകുകയും തനിക്ക് ചെയ്തു തന്ന ഉപകാരത്തിന് അത് പൊളിക്കേണ്ടതില്ല എന്നൊരു തീരുമാനത്തിലേക്ക് മുരളീധരൻ എത്തുന്നു എന്നുള്ളൊരു വിവരം കൂടി ലഭിക്കുന്നത്. എന്തായാലും ഇതിനെതിരെ ശക്തമായിട്ടുള്ള പ്രതിഷേധങ്ങൾ വരും ദിവസങ്ങളിൽ ഉണ്ടാകും എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അലൈൻമെന്റിൽ മാറ്റം വരുത്താൻ സാധിക്കില്ല എന്ന് കൂടി പറയുന്നുണ്ട്. അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് കൃത്യമായിട്ടുള്ള ഒരു നിലപാട്, പള്ളിയുടെ അലൈൻമെന്റ് പൊളിക്കാതെ തന്നെ എങ്ങനെയൊരു അലൈൻമെന്റ് സാധ്യമാകും, എങ്ങനെയൊരു പദ്ധതി യാഥാർത്ഥ്യമാക്കാം എന്നുള്ളൊരു ചോദ്യത്തിന് കൃത്യമായിട്ടുള്ള ഒരു നിലപാട് വ്യക്തമാക്കണം എന്നാണ് പറയുന്നത്. നിലവിൽ ഇതുമായി ബന്ധപ്പെട്ട് കൃത്യമായിട്ടുള്ള ഒരു മറുപടിക്കോ ഒരു വ്യക്തതയോ ഈ മന്ത്രിയാണെങ്കിലോ സർക്കാരാണെങ്കിലോ ഇതുവരെ നൽകിയിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പ്രാദേശിക തലത്തിൽ ഇത് വലിയ വിമർശനങ്ങൾക്ക് സാഹചര്യം ഒരുക്കുകയാണ് നിലവിൽ. എന്തായാലും പള്ളിയുടെ കവാടം പൊളിക്കണം, അത് പൊളിക്കാതെ തന്നെ ഈ ഒരു പദ്ധതി യാഥാർത്ഥ്യമാകില്ല എന്നാണ് പൊതുവിൽ വിലയിരുത്തപ്പെടുന്നത്. ഓക്കെ വീണ, എന്തായാലും വ്യക്തമാണ്. വട്ടിയൂർക്കാവിലാണ് റോഡ് വികസനവുമായി ബന്ധപ്പെട്ടും മതപ്രീണനം നടക്കുന്നത്. ക്ഷേത്രത്തിന്റെ ഭാരവാഹികൾ നേരത്തെ തന്നെ ക്ഷേത്ര ഗോപുരവും അതോടൊപ്പം തന്നെ മതിലും ഈ വികസന പ്രവർത്തനങ്ങൾക്ക് വേണ്ടി പൊളിച്ചു. എന്നാൽ പള്ളി ഭാരവാഹികൾ അതിന് തയ്യാറാകുന്നില്ല. കെ മുരളീധരനാകട്ടെ ഇപ്പോൾ പള്ളിയുടെ കവാടം പൊളിക്കേണ്ടതില്ല എന്നൊരു സ്റ്റാൻഡിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇതാണിപ്പോൾ വലിയ വിമർശനത്തിന് വഴിവെച്ചിരിക്കുന്നത്. MS വീണയാണ് വിശദാംശങ്ങൾ നൽകിയത്.